പണവും പ്രശസ്തിയുമൊക്കെ ഉണ്ടെങ്കിലും വകതിരിവില്ലാത്ത ചില മനുഷ്യരുണ്ട്. അതായത് പൊതുമധ്യത്തിൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും അറിയില്ലാത്തവർ, സ്ത്രീകളോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയില്ലാത്തവർ. ബോബി ചെമ്മണ്ണൂർ നല്ല മനുഷ്യനാണ്, വ്യവസായിയാണ്, മറ്റുള്ളവരെയൊക്കെ പ്രത്യേകിച്ചും സാധാരണക്കാരെ, പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നാവാണ് പലപ്പോഴും ഈ ബോബി ചെമ്മണ്ണൂരിന് കെണിയായിരിക്കുന്നത്. നമുക്കറിയാം, ഏറെ വിവാദമായ സംഭവം നടി ഹണി റോസിനെതിരായിട്ടുള്ള വിവാദ പ്രസ്താവന. അത് പരാതിയായി, കേസായി, ഒടുവിൽ നാണക്കേടായി. പിന്നീട് പരസ്യമായി, അതായത് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് ആ കേസിൽ നിന്നും തലയൂരിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള നടിയുടെ പരാതിയിലെടുത്ത കേസിലെ തുടർ നടപടികൾക്ക് സ്റ്റേ വന്നിരിക്കുന്നു. വിചാരണ കോടതിയുടെ നടപടികളാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് നടി ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഈ സത്യവാങ്മൂലം പരിഗണിച്ചാണ് നടപടി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ബോബി ചെമ്മണ്ണൂരിൻ്റെ വിവാദ പ്രസ്താവന അത് ഹണി റോസിന് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് അവർ തന്നെ പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പരാതിയും കേസും ഒക്കെ ആയത്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പരസ്യമായി മാപ്പപേക്ഷ നടത്തുന്നു. അതായത് തനിക്ക് തെറ്റുപറ്റിപ്പോയി, നടിക്കും കുടുംബത്തിനും വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ഈയൊരു മാപ്പപേക്ഷ അത് പരിഗണിക്കണം, കേസ് പിൻവലിക്കണമെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിൻ്റെ അപേക്ഷ. ഇതൊരു സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാപ്പപേക്ഷ ആയിരുന്നു അത്. ഇതിന്മേലുള്ള നടപടി എന്താണ്? അതേട്ടോ, ഒരു ഒത്തുതീർപ്പ് തന്നെയാണ്. ഒത്തുതീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് കോടതിയെ സമീപിച്ചത്. അന്ന് കോടതി ഹണി റോസ് പരാതിക്കാരിയുടെ വിശദീകരണം തേടിയിരുന്നു. പരാതിക്കാരിക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് വിശദീകരണം തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് കോടതിയിൽ നടി തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ തന്നോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്റെ കുടുംബവുമായി സംസാരിച്ചു, ഇനി കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇത് കേസ് അവസാനിപ്പിക്കാം എന്ന് നടി കോടതിയെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് ഒത്തുതീർപ്പായിരിക്കുന്നത്. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അത് ഏത് വിധേനയാണെന്ന് ഇത് ആദ്യമായിട്ടല്ല, ഹണി റോസിനെതിരെ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ പലയിടങ്ങളിൽ പല വേദികളിലൊക്കെ വളരെ മോശമാകുന്ന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. പലയിടങ്ങളിലായി പല തവണയായി വിമർശനങ്ങളൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ പരാതിയുമായി രംഗത്തെത്തിയത് ഹണി റോസ് മാത്രമായിരുന്നു. അത് നമുക്കറിയാം, ഒരു ഉദ്ഘാടനത്തിന്റെ വേദിയിൽ വെച്ചായിരുന്നു. അത് ഒരു ജ്വല്ലറി ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനം, ഇവിടങ്ങളിൽ വെച്ചായിരുന്നു ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഹണി റോസിനെ കുറിച്ച് പറയുകയും അത് ഹണി റോസിന് വളരെ വേദന ഉണ്ടാക്കുകയും അത് പിന്നീട് ബോബി ചെമ്മണ്ണൂരുമായി ഇക്കാര്യങ്ങൾ സംസാരിക്കുകയും ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുമായി സഹകരിക്കില്ല, ഉദ്ഘാടനങ്ങളുമായി സഹകരിക്കില്ല എന്നൊരു നിലപാട് ഹണി റോസ് എടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തുടർന്നത് കൊണ്ടാണ് ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു, ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു. കോടതിയിലടക്കം ബോബി ചെമ്മണ്ണൂരിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുവാൻ പോലീസിന് കഴിഞ്ഞു, റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 14 ദിവസമായിരുന്നു ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായത്. അതിനുശേഷം പുറത്തിറങ്ങി. പിന്നീട് അദ്ദേഹം അത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ പറയുന്നത് വളരെ കുറവായിരുന്നു. കേസ് ഇങ്ങനെ കോടതിയിൽ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ തന്നെ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ കോടതി നടിയുടെ അഭിപ്രായം തേടി. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ സോഷ്യൽ മീഡിയയിലൂടെ നടിക്ക് ഉണ്ടായ വിഷമത്തിൽ, നടിക്കും കുടുംബത്തിനും ഉണ്ടായ വിഷമത്തിൽ താൻ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. താൻ ചില തമാശ രൂപേണ പറയുന്നതൊക്കെ വളരെ മോശമാണെന്ന് മനസ്സിലായി. നടിക്ക് വിഷമിപ്പിച്ചതിന്, അവരെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയതിനുമൊക്കെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഈ കേസ് ഒത്തുതീർപ്പായിരിക്കുന്നത്. നവമി, നമുക്കറിയാം, ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന ചില കേസുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ടിനി ടോമിനെതിരായിട്ടുള്ള അൻസിബിയുടെ പരാതി, അതും ഒരു ലൂസ് ടോക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണത്തിനിടെ ആണ് ആ രീതിയിൽ ഒരു മൾട്ടി ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ്, ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് ഒരു പരാമർശം നടത്തിയതും മറ്റ് വർഗീയ പരാമർശമൊക്കെ നടത്തിയത് നടിക്കെതിരെ. ഇതുപോലെ ചില
തമാശയ്ക്കാണേലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ചില ആളുകളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ചില പുരുഷന്മാർ. അവർക്കൊക്കെയുള്ള ഒരു താക്കീതല്ലേ നവമി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ, ഇതുപോലുള്ള അശ്ലീല സംഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പല വീഡിയോകൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടെ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പൊതുരീതിയായി നമ്മൾ കാണാറുള്ളതാണ്. ഇതുപോലെ പല ആളുകളുണ്ട്, ചില ചലച്ചിത്ര താരങ്ങൾ മുതൽ രാഷ്ട്രീയ നേതാക്കൾ വരെയും ഇങ്ങനെ സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്നവർ. അവർക്കൊക്കെയുള്ളൊരു താക്കീതല്ലേ ഹണി റോസിൻ്റെയും അൻസിബയുടെ ഒക്കെ നിയമ പോരാട്ടങ്ങൾ? അതെ കേട്ടോ, നമുക്കറിയാം ഇത് മുൻപും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല ആവർത്തി നടന്നതാണ്. പക്ഷെ അന്നൊന്നും വളരെ ഗൗരവത്തോടെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ പരാതിയുമായി സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നില്ല. ഇങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണം, ഇതെല്ലാം പല ആവർത്തി നമ്മൾ കണ്ടതാണ്. സിനിമാ താരങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ, അല്ലെങ്കിൽ പൊതുരംഗത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, ഇവർ യാതൊരു മടിയും കൂടാതെയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പല പ്രയോഗങ്ങളും നടത്തുന്നത്. പലപ്പോഴും അത് കേട്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് സാധാരണയാണ്, ഒരു നോർമലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കൃത്യമായി സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നു കഴിഞ്ഞാൽ അവർ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പ്രതികരിക്കുന്നു, നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു. അന്ന് ഹണി റോസിന് ഉണ്ടായ പിന്തുണ അത് വലുതായിരുന്നു. നമുക്കറിയാം, ഹണി റോസിനെതിരെ ഇത്തരത്തിലുള്ള അപമാനിക്കുന്ന തരത്തിൽ അവരുടെ ശരീരത്തെയൊക്കെ വെച്ച് വിമർശിക്കുന്നത് പതിവായിരുന്നു. അത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീയായിരുന്നു ഹണി റോസ്. പക്ഷെ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ ഗതി കെട്ടുകൊണ്ടാണ് താൻ അത് പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായതെന്ന് പിന്നീട് ഹണി റോസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ആ കേസ് നൽകിയതിന് ശേഷം ഹണി റോസ് എന്നുള്ളൊരു വ്യക്തിയോടുള്ള പെരുമാറ്റം ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് പൂർണ്ണമായും മാറി. അന്ന് സൈബർ ഇടങ്ങളിൽ പോലും ഹണി റോസിനെതിരെ മോശമായി പരാമർശം നടത്തിയവർക്കെതിരെ കേസെടുത്തു, ഒരുപാട് പേരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങനെ പൊതുസമൂഹത്തിൽ വന്ന് ഹണി റോസ് എന്ന സ്ത്രീയെ മോശമായി പറയുന്നതൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞു എന്ന് തന്നെ പറയാം. സമാനമായ രീതിയിൽ തന്നെയാണ് ഹണി റോസ് അൻസിബയുടെ കാര്യവും. അന്ന് അത് ടിനി ടോം സുഹൃത്തുക്കൾക്കിടയിൽ പറഞ്ഞതാണ്. പക്ഷെ അതൊരു സൗഹൃദ സംഭാഷണമായി, അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പറഞ്ഞിരുന്ന കാര്യം. പക്ഷേ അത് അൻസിബ അറിയുകയും അത് അൻസിബയെ ഏറെ വേദനിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ പരാതിയുമായി പോയത്. പക്ഷെ പോലീസ് കേസെടുത്തില്ല എങ്കിൽ പോലും കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരിക്കുകയുമാണ് കേട്ടോ. നവമി, എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പ്രത്യേകിച്ചും ഹണി റോസിനും അൻസിബയ്ക്കൊക്കെ എതിരെയായിട്ടുള്ള ഇത്തരം പ്രസ്താവനകൾ പലപ്പോഴും ജോലി സ്ഥലത്ത്, പൊതു ഇടത്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ സ്ത്രീകൾ ഇതുപോലുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നേരിടാറുണ്ട്. പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാറില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ധിക്കാരിയാണെന്ന, തൻ്റെടിയാണെന്ന ആക്ഷേപമൊക്കെ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അവളെ മോശക്കാരിയായി ചിത്രീകരിക്കും. ഹണി റോസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആ ഒരു കേസ്, അതായത് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ സംഭവത്തിന് പിന്നാലെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ യൂട്യൂബ് ലിങ്കുകൾക്ക് താഴെ പോലും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരു മോശം പ്രവണത പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ കൂടുതലാണ്. ഇനിയെങ്കിലും, കാരണം ഇതുവരെ ഒരുപക്ഷെ പല സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ, ഇത്തരം ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാകാം. പലപ്പോഴും നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണയില്ലാത്തത്, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയാൽ, നിയമപരമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന മറ്റ് വ്യക്തിപരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതിനെയും ഭയന്നിട്ടാകാം പലരും മുന്നോട്ട് വരാത്തത്. ഒരുപക്ഷെ ഈ ഹണി റോസിൻ്റെ പോരാട്ടം മറ്റ് സ്ത്രീകൾക്ക് കൂടി ധൈര്യം പകരുന്നതല്ലേ? കാരണം ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു കരുത്തനായ വ്യവസായി, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അങ്ങനെ ഒരാളെ നിയമത്തിന് മുന്നിൽ പൂട്ടിയിടാൻ കഴിയുന്നുവെങ്കിൽ, ഒടുവിൽ മാപ്പ് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ആ കേസ് എത്തിച്ചെങ്കിൽ അത് ഹണി റോസിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്രമല്ല, ഈ ഒരു അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു വലിയ പിന്തുണ അവർക്ക് ലഭിച്ചിരുന്നു. മാധ്യമങ്ങളുടെ പിന്തുണ, പൊതുസമൂഹത്തിൻ്റെ പിന്തുണ. കേരളത്തിലെ മറ്റു സ്ത്രീകളൊക്കെ ഹണി റോസിന് പിന്നിൽ അവരുടെ ഒരു
മാനസികമായിട്ടുള്ള ഒരു പിന്തുണ പോലും നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലേ? അതെ ടോം, എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു പോരാട്ടം അത് സ്ത്രീകൾക്ക് വലിയ പ്രചോദനം തന്നെയാണ്. ഇത്തരത്തിൽ പൊതു ഇടങ്ങളിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും അപമാനിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഒരു താക്കീതായി തന്നെയാണ് ഹണി റോസിന്റെ ഈ ഒരു നിലപാടിനെ കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നോർമലൈസ് ചെയ്യുന്ന ഒരു കാലത്ത് നിന്നും അത് മാറി ഇത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപമാനങ്ങൾ സഹിക്കുകയില്ല ഇന്ന് സ്ത്രീകൾ എന്നൊരു രീതിയിലേക്ക് വരുന്നു. അത് നിയമപരമായി വലിയ സംരക്ഷണം തന്നെയാണ് സ്ത്രീകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. നിരവധി പേർ നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നത് സ്ഥിരമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. അവരൊരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അവർക്കെതിരെ വലിയൊരു സൈബർ അറ്റാക്ക് നടക്കുന്ന ഒരു കാലം തന്നെയായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ചെങ്കിലുമൊക്കെ മാറി അതിപ്പോൾ ഹണി റോസ് ഇത്തരത്തിലൊരു നിയമ പോരാട്ടം നടത്തിയതിനു ശേഷം ഹണി റോസിനെതിരായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അന്ന് പോലീസ് കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉള്ളത് കൊണ്ടായിരുന്നു ആ രീതിയിലേക്ക് മാറുകയും ചെയ്തത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെയും ഇത്തരത്തിലൊരു സൈബർ ആക്രമണം വലിയ രീതിയിൽ നിലനിന്നിരുന്നു. അന്നും അവർ അതിന് നിയമ പോരാട്ടം നടത്തിയിരുന്നു. അതൊക്കെ വലിയൊരു താക്കീതാണ്. ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, സൈബർ അതിക്രമം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയാൽ അതിന് വലിയ നടപടി തന്നെ സ്വീകരിക്കുമെന്നൊരു സന്ദേശം കൂടിയായിരുന്നു ഹണി റോസിന്റെ കേസോടുകൂടി നിയമ നടപടിയോടുകൂടി പോലീസും നൽകിയിരുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.